ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പഴം പോള റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട, പഞ്ചസാര, ഏലക്ക പൊടി. പഞ്ചസാരയും ഏലക്ക പൊടിയും ഒന്നുകൂടെ മിക്സ് ചെയ്ത് പഞ്ചസാര പൗഡറാക്കി മാറ്റാം. ഇതിലേക്ക് ഇനി എടുത്തു വെച്ച മുട്ട ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഴം ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കണം. പഴം നല്ല പേസ്റ്റ് രൂപത്തിലായി അടിച്ചെടുക്കണം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് മോൾഡ് എടുത്ത് അതിൽ നെയ്യ് പുരട്ടി, എല്ലാ ഭാഗത്തും നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി തട്ടി കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബൗൾ ഇറക്കി വെക്കാം. നമ്മുടെ ബാറ്റർ ഒഴിച്ച് വെച്ച ബൗൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു 2 മിനിറ്റോളം മൂടി വെക്കുക. ഇതിലേക്കൊന്ന് ചൂട് കയറിയതിന് ശേഷം ബദാമും ഉണക്കമുന്തിരിയും ഞാൻ ഇതിൻ്റെ മുകളിലായി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 25 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. പഴംപോള റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.